നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഇരത്തറ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ജോസഫ് ചാക്കോ, കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരിമ്പൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് റീജ ജോസ്, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, ഷൈല ടി, ആൻസൺ ഡൊമിനിക്, തോമസ് തൊകലത്ത്, അജോ ജോൺ, ജിയോ പോൾ, ദേവസൂര്യ MJ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ അധ്യാപന രംഗത്തെ മികച്ച സേവനത്തിന് റിൻസി കെ ജോൺ, ജോസ് CV, വിജി പോൾ എന്നിവരെ ആദരിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജിജി ജോർജ്, ജോസഫ് VP എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ഇവിടെ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന കുട്ടികൾ അവിടെ അവരുടെ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്, ഒത്തിരിയേറെ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അവരുടെ സാധ്യതകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടമാണ് ഈ വിദ്യാലയം. തീർച്ചയായിട്ടും ഇതിന്റെ ചരിത്ര വഴിയിലേക്ക് പോകുമ്പോൾ ഏറെ പേര് ഇവിടെ പഠിച്ച് ഉന്നതിയില് നമ്മുടെ നാടിന്റെ എന്താ പറയാ വലിയ വളർച്ചയില് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളവരാണ്. ചിലപ്പോൾ ഒരുപക്ഷെ റിട്ടയറിയ അധ്യാപകർ പോയി ഇവിടെ പഠിച്ചിട്ടുള്ളവരായിരിക്കാം. പലതരത്തിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ സുദീർഘമായിട്ടുള്ള വലിയൊരു സംഭാവന കൊടുക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കിയ സ്ഥലമാണ് ഈ വിദ്യാലയം. ഈ കെച്ചി എന്ന് പറയുന്ന ആ ഒരു ആർട്ട് എന്ന് പറയുന്നത് സ്ലോ പ്രോസസ്. അതിൽ പല പ്രക്രിയകളുണ്ട്. ഒന്ന്, ഈ പൊട്ടിപ്പോയ ചിതറിപ്പോയ കഷ്ണങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനെ കഴുകി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുണ്ട്. വീണ്ടും അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് അതിനെ ജോയിൻ ചെയ്ത് അതിന്റെ പൊട്ടിപ്പോയ വശങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ മക്കൊക്കെ ഇട്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്ത വശമുണ്ട്. അത് കഴിഞ്ഞ് അതിനെ മറ്റു തരത്തിലുകൊണ്ട് ഒന്ന് ഉണക്കിയെടുക്കുന്ന ഒരു വശമുണ്ട്. അവസാനമാണ് അതിന്റെ സ്വർണ്ണമുണ്ട് പുസ്തകം. എനിക്ക് തോന്നുന്നു ഇതുപോലെയാണ് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു നിർണായക വളർച്ചയിൽ നമ്മുടെ ഈ സ്ഥാപനം പങ്കുവഹിച്ചത്. പൂമംഗലം വെങ്ങാട്ടുംപള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ശിവപുരാണ ഏകാദശാഹ മഹായജ്ഞം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 3 മുതൽ 14 വരെ നടക്കുന്ന യജ്ഞത്തിന് തിരുവെങ്കിടപുരം ഹരികുമാർ യജ്ഞാചാര്യനാകുമെന്ന് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി U ചന്ദ്രശേഖരൻ, സേവാ സമിതി പ്രസിഡന്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 1 പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കും. വിശേഷാൽ പൂജകൾ, ഉച്ചപൂജ, പ്രസാദ ഊട്ട്, ഭജന, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭക്തിഗാനസുധ എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഫെബ്രുവരി 3 വിഗ്രഹ വിളംബര ഘോഷയാത്ര നടക്കും. തുടർന്ന് വിഗ്രഹ പ്രതിഷ്ഠ, ഭദ്രദീപ പ്രകാശനം, അനുഗ്രഹ പ്രഭാഷണം എന്നിവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ശിവപുരാണ പാരായണം, പ്രഭാഷണം, പ്രസാദ ഊട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. സേവാ സമിതി സെക്രട്ടറി ഷാജി, ട്രഷറർ ചന്ദ്രൻ തീതായ്, U മധു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. വെങ്ങാട്ടുപള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക വിശേഷങ്ങളായ പ്രതിഷ്ഠാദിനം, ശിവരാത്രി, ഏകാദശാഹം എന്നിവ ഫെബ്രുവരി മാസത്തിലാണ്. ഇത്തവണ ഫെബ്രുവരി മാസത്തിലാണ്. 1 പ്രതിഷ്ഠാദിനം. പ്രതിഷ്ഠാനത്തിന് മഹാരുദ്രം എന്നൊരു വിശേഷ വഴിപാടുണ്ട്. മഹാരുദ്രം, അതുപോലെ ബസോർധാര, 12ഓളം വേദജ്ഞന്മാരുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. പിന്നെ 3 തീയതി ഏകാദശാഹം മഹാത്മ്യം വൈകുന്നേരം. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ തന്ത്രി ബ്രഹ്മശ്രീ ത്രിവിക്രമൻ നമ്പൂതിരിയാണ്. അനാനുഗ്രഹ പ്രഭാഷണം സ്വാമി മന്ദാത്മജാനന്ദ, ശ്രീരാമകൃഷ്ണ മഠം, തൃശ്ശൂർ പുറങ്ങാട്ടുകര. അദ്ദേഹം ആണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. 4 തീയതി മുതൽ ഏകാദശം പൂർണ്ണ രൂപത്തിലാവാണ്. 14 തീയതി വരെ ഏകാദശാഹം ശിവപുരാണം വായന ഉണ്ടാവുന്നതാണ്. ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് സമീപം വിൻഹാർട്ട് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച മാവേലി IMF പ്രൈവറ്റ് ലിമിറ്റഡ് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയക്കര ആശീർവാദ കർമ്മം നിർവഹിച്ചു. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി,
വിവിധ ഇൻഷുറൻസ് കമ്പനി മേധാവികൾ എന്നിവർ പങ്കെടുത്തു. വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ ഇൻഷുറൻസ് സേവനവും ഒരു പുറക്കീഴിൽ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഒന്ന് തുറന്നു കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസ് മേഖല ഇനിയും ധാരാളം വളർന്ന് പന്തിരിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ഇൻഷുറൻസിൻ്റെ പങ്കാളിത്തം വെറും 22% മാത്രമേ, ജനസംഖ്യയിൽ 22% ആളുകൾ മാത്രമേ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ അർഹിക്കുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരുള്ളത്. ജനം ഇൻഷുറൻസ് ആയാലും ലൈഫായാലും ഹെൽത്തായാലും എല്ലാ മേഖലകളിലും ആളുകൾ വളരെ വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു സംരംഭം ജനങ്ങളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യകത ആളുകളെ ബോധ്യപ്പെട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു സുരക്ഷിതത്വം കാക്കാനുള്ള ഒരു മാർഗം നമുക്ക് അവലംബിക്കുക. ജനറൽ ഇൻഷുറൻസിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകുന്ന ഒരു കവചമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് നമ്മുടെ ഒരു ജീവനോപാധിയായിട്ട് മാറുകയാണ്. കാരണം ആരോഗ്യരംഗത്ത് ചികിത്സാ ചെലവ് ആർക്കും താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ തോതിൽ വളർന്നു വരികയാണ്. Think differently, do differently. കിഴുത്താണി കുഞ്ഞിലിക്കാട്ടിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, ശിവേലി, പ്രസാദോട്ട്, എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, ദീപാരാധന, ചുറ്റുവിളക്ക്, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.